ഓം ശാന്തി. 18/6/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. पार्टियों के साथ पाठशाला में जाते हूँ। पाठशाला का पहला पाठ क्या है? अपने को മർജീവ ബനാന. പാഠശാലയിൽ പോകുന്നുണ്ടല്ലോ. പാഠശാലയിലെ ആദ്യത്തെ പാഠം എന്താണ്? സ്വയം തന്നെ മർജീവ ആക്കുക. मर्जीवा अर्थात अपने देह से, मित्र संबंधियों से, पुरानी दुनिया से मर्जीवा. മർജീവ അർത്ഥം തൻ്റെ ദേഹത്തിൽ നിന്നും മിത്രസംബന്ധികളിൽ നിന്നും പഴയ ലോകത്തോടും മരിക്കുക, ബാബയുടേതായിട്ട് ജീവിക്കുക. यह पहला पाठ पक्का किया है. ഈ ആദ്യത്തെ പാഠം പക്ക ആക്കിയോ എന്ന് ബാബ ചോദിക്കുകയാണ്. അവിടെ ഇരുന്നവർ ഉത്തരം പറയുകയാണ്, സംസ്കാർ സേ മർജീവ നഹി ഹുയേ ഹെ. സംസ്കാരത്തോട് ഇതുവരെ മരിച്ചിട്ടില്ല എന്ന്. जब कोई मर जाता है तो पिछले संस्कार भी खत्म हो जाते हैं, तो यहाँ भी पिछले संस्कार क्यों याद आने चाहिए? ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പഴയ സംസ്കാരം ഇല്ലാതാകുമല്ലോ. അപ്പം ഇവിടെയും പഴയ സംസ്കാരം എന്തുകൊണ്ട് ഓർമ്മയിൽ വരണം? അപ്പം ബാബ കലിയുഗത്തോട് മരിക്കുക അർത്ഥം പഴയ സ്വഭാവ സംസ്കാരത്തോട് പൂർണ്ണമായിട്ടും മരിക്കുക. അക്കാര്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും പാഠശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പഠിത്തം തന്നെ ഇതാണ്. ദേഹത്തോടും മിത്രസംബന്ധികളോടും ഉള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതാക്കുക, മോഹം ഇല്ലാതാക്കുക, ബുദ്ധിയോഗം ഒന്നിലും കുടുങ്ങാതെ എല്ലാവരോടും ഒപ്പം ഇരുന്നു കൊണ്ട് ബുദ്ധിയോഗം ബാബയിലേക്ക് മാത്രം നയിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നതിനുള്ള ആദേശവും നിർദ്ദേശവുമാണ് നമുക്ക് ബാബയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാബയുടെ ആഗ്രഹം അനുസരിച്ച് കുട്ടികളിൽ സംസ്കാര പരിവർത്തനം വരാത്തത് കൊണ്ടാണ് ബാബ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ കലിയുഗത്തോട് മരിച്ചുവെങ്കിൽ സംസ്കാരം പിന്നെ എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്? സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവിടെ പഴയ സംസ്കാരവും മരിച്ചു പോകുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്. അപ്പം ഇവിടെയും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, കലിയുഗത്തോട് മരിച്ചു എങ്കിൽ, ബാബയുടേതായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പഴയ സംസ്കാരം വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. ജബ്കി ജന്മ ഹി ദൂസര തോ പിछली ബാത്തേം ഭി ഖതം ഹോനി ചാഹിയെ. ജന്മം തന്നെ വേറൊരു ജന്മമാണ്. അപ്പോൾ പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാകണമല്ലോ. യഹ് പഹല പാഠ് ഹെ മർജീവ ബന്നേക. ഈ ആദ്യത്തെ പാഠമാണ് മർജീവ ആകുന്നതിൻ്റെ. അപ്പോൾ പക്കാ കർണ ഹെ, അത് പക്കാ ആക്കണം. पिछले पुराने संस्कार ऐसे लगने चाहिए जैसे और कोई के थे हमारे नहीं. പഴയ സംസ്കാരം അങ്ങനെയായി തീരണം, ഏതുപോലെ അത് വേറെ ആരുടേതോ ആയിരുന്നു, എൻ്റേതല്ല എന്ന്. പഹലെ ശൂദ്രോं के थे अभी ബ്രാഹ്മണോं के हैं. നേരത്തെ നമ്മൾ ശൂദ്രരായിരുന്നു, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ്. तो पुराने शूद्रों के संस्कार नहीं होने चाहिए. പഴയ ശൂദ്രരുടെ സംസ്കാരം ഇപ്പോൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല, കാരണം നമ്മളിപ്പോൾ ബ്രാഹ്മണരാണ്. പരായ സംസ്കാർ അപ്പനേക്കും ബനാത്തയോ. അന്യവരുടെ സംസ്കാരം എന്തുകൊണ്ട് സ്വന്തമാക്കുന്നു? ബാബ ചോദിക്കുകയാണ്, ശൂദ്രരുടെ പഴയ സ്വഭാവ സംസ്കാരം നിങ്ങൾ എന്തിനാണ് നിങ്ങളുടേതാക്കുന്നത്? നമ്മളെല്ലാവരും കലിയുഗത്തോട് അർത്ഥം ശൂദ്രജീവിതം മതിയാക്കി
ഈശ്വരീയ ജീവിതം, അർത്ഥം ബ്രാഹ്മണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈശ്വരീയ സംസ്കാരമാണ്, ബ്രാഹ്മണ സംസ്കാരമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ജന്മത്തെ സംസ്കാരമാണ് ഈ ശൂദ്ര സംസ്കാരം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പഴയ സ്വഭാവം, പഴയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ കലിയുഗത്തോട് മരിച്ച് നമുക്ക് ആ പഴയ സ്വഭാവങ്ങളൊന്നും തന്നെ വരാൻ പാടില്ല. പക്ഷേ അതിപ്പോഴും വരുന്നത് കൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ സംസ്കാരങ്ങൾ നിങ്ങൾ നിങ്ങളുടേതാക്കി വച്ചിരിക്കുന്നത് എന്ന്. जो पराई चीज़ को अपना बनाते हैं उनको क्या कहेंगे? അന്യ ഒരാളിൻ്റെ വസ്തുവിനെ സ്വന്തമാക്കുന്നവരെ എന്താണ് പറയുന്നത്? അവരെ എന്താണ് അറിയപ്പെടുന്നത്? ചോർ, കള്ളന്മാരെന്നാണ് അറിയപ്പെടുന്നത്. तो यह भी चोरी क्यों करते हो? ഈ മോഷണം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? പഴയ സ്വഭാവ സംസ്കാരങ്ങൾ, അന്യവരുടെ സ്വഭാവ സംസ്കാരം നിങ്ങൾ എന്തിനാണ് സ്വന്തമാക്കുന്നത്, നിങ്ങളുടേതാക്കുന്നത്? അർത്ഥം നിങ്ങൾ എന്തിനാണ് ഈ മോഷണം ചെയ്യുന്നത്? യഹ് തോ ശൂദ്രോ കെ സംസ്കാർ ഹെ ബ്രാഹ്മണോ കെ നഹി. ഇത് ശൂദ്രരുടെ സംസ്കാരമാണ്, ബ്രാഹ്മണരുടേതല്ല. ശൂദ്ര की चीज़ को ब्राह्मण स्वीकार क्यों करते हैं? ശൂദ്രരുടെ വസ്തുവിനെ ബ്രാഹ്മണർ എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? അച്യുത കെ സാത്ത് കപ്പടാ ഭി ലഗ് ജായേ തോ നഹാത്തെ ഹേ ന. അച്യുതരുടെ അടുത്ത്, അതായത് തൊട്ടുകൂടാൻ പാടില്ലാത്ത അങ്ങനെയുള്ളവരുടെ അടുത്ത് അറിയാതെയെങ്കിലും വസ്ത്രം ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ പോയി കുളിക്കാറുണ്ടല്ലോ. तो शूद्रपन का संस्कार ब्राह्मणों को लग जाए तो क्या करना चाहिए? അപ്പം ശൂദ്രരുടെ സംസ്കാരം ബ്രാഹ്മണരുടേതാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഉസ്കെ ലിയെ പുരുഷാർത്ഥ കർണ ചാഹിയെ. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. ജൈസെ ഗന്ദി ചീസ് കോ നഹി ഛൂത്തെ ഹെ വൈസെ പുരാനെ സംസ്കാരോ സെ ബച്ന ഹെ ഛൂന നഹി ഹെ. ഏതുപോലെ വൃത്തികെട്ട വസ്തുവിനെ തൊടാറില്ലല്ലോ, അതേപോലെ പഴയ സംസ്കാരങ്ങളിൽ നിന്നും രക്ഷപ്പെടണം. അത് ടച്ച് ചെയ്യാൻ പാടില്ല. ഇത്തന ജബ് ധ്യാൻ രഖേങ്കെ തോ ഔരോं को भी ധ്യാൻ ദിലാ സകേങ്കെ. ഇത്രമാത്രം ശ്രദ്ധ സ്വയം തന്നിൽ വയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും കൂടി നമുക്ക് ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പം ഇവിടെ ബാബ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ, അതിനെ ബാബ ഉപമിക്കുന്നത് ഏതുപോലെ, നേരത്തെയുള്ള സമയത്ത് ബ്രാഹ്മണരെ മറ്റ് ജാതിക്കാരെങ്കിലും തൊടുകയാണെങ്കിൽ അശുദ്ധമായി എന്നുള്ള ധാരണയിൽ അവർ പോയി കുളിക്കാറുണ്ടായിരുന്നു. അപ്പം ബാബ പറയാണ്, ഇവിടെ ശൂദ്രരുടെ സംസ്കാരം ഏതാണോ തെറ്റായ ബോധത്തിലുള്ള 5 വികാരങ്ങളുടെ സംസ്കാരം, അത് നമ്മൾ ത്യജിച്ചിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ ഉപേക്ഷിച്ച ആ കഴിഞ്ഞുപോയ സംസ്കാരം തൻ്റേതാക്കുന്ന ഈ ഒരു പ്രവണത നിങ്ങൾക്കിപ്പോഴെന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംസ്കാരം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബാബ പറയുകയാണ്, നിങ്ങൾ പഴയത് തന്നെയല്ലേ, നിങ്ങൾ എങ്ങനെ പുതിയതാവും? പുതിയൊരു സ്വഭാവം ബ്രാഹ്മണരുടെ സംസ്കാരം അല്ലെങ്കിൽ ഈശ്വരീയ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കത്രയും തന്നെ ശ്രദ്ധ വേണം. എൻ്റെ കഴിഞ്ഞുപോയ ഒരു സ്വഭാവവും സംസ്കാരവും എന്നിൽ ഇനി വരാൻ പാടില്ല. ഉദാഹരണത്തിന് ദുഃഖം കൊടുക്കുന്ന സ്വഭാവം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സ്വഭാവം, ഇതെല്ലാം തന്നെ പഴയ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളുടെ മേൽ നമ്മൾ വിജയിക്കണം. അത്രയും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ മേലും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സേവനത്തിൻ്റെ വിജയത്തിനുള്ള മുഖ്യ ഗുണം ഏതാണ്? സർവീസ് की सफलता का मुख्य गुण कौन सा है? നമ്രത, വിനയം. വിനയമാണ് സേവനത്തിൽ വിജയം കൊണ്ടുവരുന്നത്. ജിത്തനി നമ്രത ഉത്തനി സഫലത. എത്ര വിനയമുണ്ടോ അത്രയും വിജയം ഉണ്ടാവും. നമ്രത ആത്തി ഹെ നിമിത്ത് സമച്ഛനെ സെ.
വിനയം വരുന്നത് നിമിത്തമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ്. നിമിത്ത് സമച്ച്കർ സർവീസ് കരൂ. പാവ പറയുകയാണ്, നിമിത്തമാണെന്ന് മനസ്സിലാക്കി സേവനം ചെയ്യൂ. നമ്രതാക്കെ ഗുണസേ സബ് ആപ്കെ ആകെ നമൻ കരേങ്കെ. വിനയത്തിൻ്റെ ഗുണത്തിലൂടെ എല്ലാവരും നിങ്ങളുടെ മുന്നിൽ തല കുനിക്കും. അതായത് നമ്മൾ എത്രമാത്രം വിനയ മനസ്സ് വരുന്നുണ്ടോ, ഒരു താഴ്മ വരുന്നുണ്ടോ, ഒരു നിരഹങ്കാരിത്വം വരുന്നുണ്ടോ, അത്രയും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും. അല്ല എങ്കിലും പറയുന്നത് ഗുണങ്ങൾ കൊണ്ടും ശക്തികൾ കൊണ്ടും അറിവ് കൊണ്ടും നിറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിനയം എന്നുള്ള സ്വഭാവം തന്നിലേക്ക് വരും. जो खुद झुकता है उसके आगे सभी झुकते हैं. ആരാണോ സ്വയം കുനിയുന്നത് അവരുടെ മുന്നിൽ എല്ലാവരും കുനിയും. നിമിത്ത് സമച്ച്കർ കാര്യ കർണ ഹെ. നിമിത്തമാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. जो बाप शरीर का आधार निमित्त मात्र लेते हैं वैसे आप समझो कि निमित्त मात्र शरीर का आधार लिया है. ഏതുപോലെ ബാബ ശരീരത്തിൻ്റെ ആധാരം നിമിത്തം മാത്രമാണ് എടുക്കുന്നത്, അതേപോലെ നിങ്ങളും ഇത് മനസ്സിലാക്കൂ. നിമിത്തം മാത്രം ശരീരത്തിൻ്റെ ആധാരം എടുത്തിരിക്കുകയാണ്. ഈ ശരീരം എൻ്റേതല്ല. ഈ ശരീരത്തെ നിമിത്തമായിട്ട് ഞാൻ ധാരണ ചെയ്തിരിക്കുകയാണ്. ഏതുപോലെ ബാബ ശരീരം നിമിത്തം മാത്രം ധാരണ ചെയ്ത് കുട്ടികളുടെ സേവനം ചെയ്ത് തിരിച്ചു പോകുന്നു, അതേപോലെ ഞാനും ആത്മാവ് നിമിത്തം മാത്രം ഈ ശരീരം ധാരണ ചെയ്ത് കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യുകയാണ് എന്നുള്ള ഓർമ്മ കുട്ടികൾക്ക് വേണം. एक तो शरीर को निमित्त मात्र समझना है और दूसरा सर्विस में अपने को निमित्त समझना है. तब नम्रത आएगा. ഒന്ന് ശരീരത്തെ നിമിത്തം മാത്രം മനസ്സിലാക്കണം. രണ്ടാമത് സേവനത്തിലും സ്വയം താൻ നിമിത്തമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ വിനയം വരികയുള്ളൂ. അപ്പോൾ വിനയം വരുന്നത് എങ്ങനെയാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ശരീരം നിമിത്തമാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, സേവനത്തിലും ബാബ എന്നെ നിമിത്തം ആക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മളിൽ വിനയം അല്ലെങ്കിൽ നിരഹങ്കാരിത്വം എന്നുള്ള ഗുണം വരും. फिर देखो സഫലത ആപ്കെ ആകെ ചലേഗി. പിന്നെ നിങ്ങൾ നോക്കൂ, വിജയം നിങ്ങളുടെ മുന്നിലേക്ക് വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൽ വിജയം ഉണ്ടാകണമെങ്കിൽ ബാബ പറയുകയാണ്, നിമിത്തം എന്നുള്ള ആ ഒരു ഗുണം ജീവിതത്തിലേക്ക് ധാരണ ചെയ്യണം. ഞാൻ വെറും നിമിത്തം മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ബാബ്ദാദയാണ്. ആ ഒരു ഓർമ്മയുണ്ട് എങ്കിൽ നമ്മളിൽ വിനയം എന്നുള്ള ഗുണം വരികയും നമ്മുടെ പൂർണ്ണമായിട്ടും വിജയം സേവനത്തിൽ കിട്ടുകയും ചെയ്യും. जैसे बाप दादा टेम्पररी देह में आते हैं ऐसे देह को निमित्त आधार समझो. ഏതുപോലെ ബാബ്ദാദ കുറച്ച് സമയത്തേക്ക് ഈ ദേഹത്തിൻ്റെ ആധാരത്തിൽ വരുന്നു, അതേപോലെ നമ്മളും ഈ ദേഹം നിമിത്തമാണ്, ആധാരമാണെന്ന് മനസ്സിലാക്കൂ. ബാബ്ദാദ की देह में अटैचमेंट होती है क्या? ബാബ്ദാദയ്ക്ക് ദേഹത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്ന്. ബാബ്ദാദ വരുന്ന ദേഹത്തോട് ബാബയ്ക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാറുണ്ടോ, അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ആധാർ സമജ്നെ സെ അധീൻ നഹീ ഹോഗി. ആധാരമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ അധീനരാകുകയില്ല. അഭി ദേഹ് കെ അധീൻ ഹോത്തെ ഹോ ഫിർ ദേഹ് കോ അധീൻ കരേങ്കി. ഇപ്പോൾ നിങ്ങൾ ദേഹത്തിന് അധീനമാകുകയാണ്, പിന്നെ നിങ്ങൾ ദേഹത്തെ അധീനമാക്കും. അപ്പോൾ ബാബ നമ്മോട് പറയുകയാണ്, ഇപ്പോൾ ദേഹത്തെ നമ്മൾ അധീനമാക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ്
അഭി ദേഹയ്ക്ക് അധീൻ ഹോത്തെ ഹോ. ഇപ്പം ദേഹത്തിന് അധീനമാകുകയാണ്, അടിമയാകുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ദേഹത്തെ ദേഹി അധീനമാക്കും, തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദേഹത്തെ ഉപയോഗിക്കുക, ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതുതന്നെയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതാണ് രാജയോഗത്തിൻ്റെ പ്രാധാന്യവും. ഗായൻ ഹേ ദൃഷ്ടി സേ സൃഷ്ടി ബൻ. മഹിമ തന്നെയുണ്ട്, ദൃഷ്ടിയിലൂടെ സൃഷ്ടി ഉണ്ടാകുന്നു. കോൻസി സൃഷ്ടി ബൻതി ഹേ ഔർ കബ് ബൻതി ഹേ. ഏത് സൃഷ്ടിയാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഉണ്ടാകുന്നത്? ദൃഷ്ടി ഔർ സൃഷ്ടി കാ ഹി ഗായൻ ക്യോ ഹേ, മുഖ് കാ ഗായൻ ക്യോ നഹി ഹേ. ദൃഷ്ടിയും സൃഷ്ടിയും ഇതിൻ്റെ രണ്ടിൻ്റെയും മഹിമ എന്തുകൊണ്ടാണ്? മുഖത്തിൻ്റെ മഹിമ എന്തുകൊണ്ട് വന്നില്ല? ബാബ നമ്മോട് ചോദിക്കുകയാണ്. ദൃഷ്ടിയിലൂടെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അപ്പം ദൃഷ്ടിക്ക് ഇത്രയും മഹത്വം, അതേപോലെ ദൃഷ്ടിയിലൂടെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത് എന്നുള്ള മഹിമ എന്തുകൊണ്ടാണ് വന്നത്? മുഖത്തിൻ്റെ മഹിമ എന്തുകൊണ്ട് വന്നില്ല എന്ന്. സംഗംബർ പഹലെ പഹലെ ക്യാ ബദലി കർത്തേ ഹെ. സംഗമത്തിൽ ആദ്യവാദ്യം എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? പഹലാ പാഠ് ക്യാ പഠിത്തേ ഹെ. ആദ്യത്തെ പാഠം സംഗമയുഗത്തിൽ എന്താണ് പഠിക്കുന്നത്? ഭായി ഭായി കി ദൃഷ്ടി സേ ദേഖോ. സഹോദര സഹോദര ദൃഷ്ടിയിൽ നോക്കൂ എന്നാണല്ലോ ബാബ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഭായി ഭായി കി ദൃഷ്ടി അർത്ഥാത് പഹലെ ദൃഷ്ടി കോ ബദൽനെ സേ സബ് ബാത്തേം ബദൽ ജാത്തി ഹൈ. അപ്പം സഹോദര സഹോദര ദൃഷ്ടി അർത്ഥം ആദ്യം ദൃഷ്ടിയെ മാറ്റുന്നതിലൂടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്വതവേ തന്നെ മാറ്റം വരും. ഇസിലിയെ ഗായൻ ഹേ കി ദൃഷ്ടി സേ സൃഷ്ടി ബൻതി ഹേ. അതുകൊണ്ടാണ് ഈ മഹിമ വരുന്നത്, ദൃഷ്ടിയിലൂടെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പം ആദ്യം ബാബ നമ്മളെ പാഠം പഠിപ്പിക്കുന്നത് ആത്മരൂപത്തിൽ പരസ്പരം നോക്കാൻ പഠിക്കൂ. അർത്ഥം ദൃഷ്ടിയിൽ മാറ്റം വരട്ടെ. അപ്പം ദൃഷ്ടിയിൽ എപ്പോഴാണോ ആത്മബോധം, ആത്മബന്ധം, സാഹോദര്യത്തിൻ്റെ ഓർമ്മ വരുന്നത്, അപ്പോൾ സ്വതവേ തന്നെ ബാക്കി എല്ലാ മാറ്റങ്ങളും വരികയാണ്. അതുകൊണ്ടാണ് ദൃഷ്ടിയിലൂടെ സൃഷ്ടിയുടെ മാറ്റം എന്ന് മഹിമ വരാൻ കാരണം. ജബ് ആത്മാ കോ ദേഖ്തേ ഹേ തബേ സൃഷ്ടി പുരാനി ദേഖ്നെ മേ ആത്തി ഹേ. എപ്പോഴാണോ ആത്മാവിനെ കാണാൻ തുടങ്ങുന്നത്, അപ്പോൾ പിന്നെ ഈ ലോകം നമുക്ക് പഴയതായിട്ടാണ് തോന്നുന്നത്. പുരുഷാർത്ഥ ഭി മുഖ്യ ഈസ് ചീസ് കാ ഹി ഹേ ദൃഷ്ടി ബദൽനെ കാ. പുരുഷാർത്ഥവും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് ദൃഷ്ടിയെ മാറ്റുന്നതിന് വേണ്ടിയാണല്ലോ. നമ്മുടെ ദൃഷ്ടിക്ക് വരുന്ന മാറ്റമാണ് മുഖ്യമായിട്ടും ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് സംഗമത്തിൽ. അപ്പോൾ അതാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്, ദൃഷ്ടിയുടെ മാറ്റമാണ് എല്ലാത്തിൻ്റെയും മാറ്റത്തിൻ്റെ ആധാരം. ജബ് യഹ് ദൃഷ്ടി ബദൽ ജാത്തി ഹേ തോ സ്ഥിതി ഔർ പരിസ്ഥിതി ഭി ബദൽ ജാത്തി ഹേ. എപ്പോഴാണോ ഈ ദൃഷ്ടി മാറുന്നത്, അപ്പോൾ സ്ഥിതിയും പരിതസ്ഥിതിയും മാറും. ദൃഷ്ടി ബദൽനെ സേ ഗുണ ഔർ കർമ്മ ആപേ ഹി ബദൽ ജാത്തെ ഹേ. ദൃഷ്ടി മാറുന്നതിലൂടെ ഗുണവും കർമ്മവും സ്വതവേ തന്നെ മാറും. യഹ് ആത്മീക് ദൃഷ്ടി നാച്ചുറൽ ഹോ ജായേ. ഈ ആത്മീയ ദൃഷ്ടി നാച്ചുറലായി തീരണം. അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നാച്ചുറലായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ കുറച്ച് മാറ്റം വരണം. ദൃഷ്ടിയിൽ എപ്പോഴാണോ സാഹോദര്യത്തിൻ്റെ ആത്മദൃഷ്ടി വരുന്നത്, അപ്പോൾ പിന്നെ ഈ ലോകം നമുക്ക് പഴയതായിട്ടേ തോന്നുകയുള്ളൂ. ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുമെങ്കിൽ അർത്ഥം നമ്മുടെ ദൃഷ്ടിക്ക് മാറ്റം വന്നിട്ടില്ല എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ദൃഷ്ടിയിലൂടെയാണ് സൃഷ്ടിയുടെ മാറ്റം എന്ന് ബാബ പറയുന്നതിൻ്റെ കാരണം. जो संगम युग पर अपना राजा बनता है वह प्रजा का भी राजा बन सकता है. ആരാണോ സംഗമയുഗത്തിൽ തൻ്റെ രാജാവാകുന്നത്, അവർ പ്രജയുടെയും കൂടി രാജാവാകാൻ കഴിയും. जो यहाँ अपना राजा नहीं वह वहाँ प्रजा का राजा भी नहीं बन सकता.
ആരാണോ ഇവിടെ തൻ്റെ രാജാവാകാത്തത് അവർക്ക് അവിടെ പ്രജയുടെയും രാജാവാകാൻ കഴിയുകയില്ല. ബാബ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പോയിന്റ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണോ സംഗമയുഗത്തിൽ തൻ്റെ രാജാവാകുന്നത് അവർ അവിടെ പ്രജയുടെയും കൂടി രാജാവാകും. ഇവിടെ എൻ്റെ ശരീരത്തിൻ്റെ മേലും കർമ്മേന്ദ്രിയങ്ങളുടെ മേലും എനിക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് രാജാവാകാൻ കഴിയും, പ്രജകളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നമ്മൾ രാജാവാകുന്നില്ല സംഗമത്തിൽ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലും രാജാവാകാൻ കഴിയുകയില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. സംഗമയുഗ पर ही सभी संस्कारों का बीज पड़ता है. സംഗമയുഗത്തിൽ തന്നെയാണ് എല്ലാ സംസ്കാരങ്ങളുടെയും ബീജം വീഴുന്നത്, ബീജം ഇടുന്നത്. യഹാംഗെ ബീജ് കെ സിവായ് ഭവിഷ്യ കാ വൃക്ഷ പൈദാ ഹോ നഹി സക്താ ഹൈ. ഇവിടുത്തെ ബീജം ഇല്ലാതെ ഭാവിയിലെ വൃക്ഷം ഉണ്ടാകുകയില്ല. യഹാം ബീജ് ന ഡാലേങ്കെ തോ ഫൂൽ കഹാ സെ നികലേങ്കെ. ഇവിടെ വിത്ത് ഇടുന്നില്ല എങ്കിൽ പുഷ്പം എവിടെ നിന്ന് വരും? ഇപ്പോൾ സംഗമയുഗത്തിൽ നമ്മൾ വിത്ത് ഇടുന്നില്ല എങ്കിൽ പുഷ്പം എവിടെ നിന്ന് വരും എന്ന് ബാബ ചോദിക്കുകയാണ്. യഹാം അപ്പന രാജ ബന്നേസെ ക്യാ ഹോങ്ക. ഇവിടെ തൻ്റെ രാജാവാകുന്നതിലൂടെ എന്താണ് ഉണ്ടാകുന്നത്? അപ്പനേക്കോ അധികാരി സംശയെങ്കിൽ സ്വയം തന്നെ അധികാരിയാണെന്ന് മനസ്സിലാക്കും. अधिकारी बनने के लिए उदार चित्त का विशेषता चाहिए. അധികാരിയാകുന്നതിന് വേണ്ടി ഉദാര മനസ്സിൻ്റെ വിശേഷത വേണം. അധികാരിയാകണമെങ്കിൽ ഉദാരതയുടെ വിശേഷത വേണം. ജിത്തന ഉദാരചിത് ഹോങ്കെ ഉത്തന അധികാരി ബനേങ്കെ. എത്രമാത്രം നമ്മൾ ഉദാര മനസ്കരാകുന്നുണ്ടോ അത്രയും നമ്മൾ അധികാരിയാകും. ഇവിടെ ബാബ നമ്മളെ കർമ്മത്തിൻ്റെ രഹസ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ എത്രമാത്രം നമ്മുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ടോ അതിലാദ്യം തന്നെ നമ്മുടെ മാറ്റം ദൃഷ്ടിയിൽ കൊണ്ടുവരണം. ആ ദൃഷ്ടിയുടെ പരിവർത്തനം തന്നെ ബാക്കി എല്ലാത്തിൻ്റെയും മേൽ നമ്മളെ പരിവർത്തനം കൊണ്ടുവരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്വയം രാജാവായിത്തീരുകയാണ്, ആത്മാവ് രാജാവായിത്തീരുകയാണ്. ആ രാജാ ക്വാളിറ്റി തന്നെയാണ് ഭാവിയിൽ നമ്മളെ രാജാവാക്കി തീർക്കുന്നത്. അത് ഓർമ്മിപ്പിക്കുകയാണ്. ബ്രാഹ്മണോं का मुख्य कर्तव्य है पढ़ना और पढ़ाना. ബ്രാഹ്മണരുടെ മുഖ്യ കർത്തവ്യം പഠന और पढ़ाना. इसमें बिजी रहेंगे तो और बातों में बुद्धि नहीं जाएगी. ബ്രാഹ്മണരുടെ മുഖ്യമായ കർത്തവ്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ എത്ര ബിസി ആയിരിക്കുന്നോ അത്രയും മറ്റ് കാര്യങ്ങളിലേക്ക് ബുദ്ധി പോവുകയില്ല. तो अपने को पढ़ने और पढ़ाने में बिजी रखो. അതുകൊണ്ട് സ്വയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ തൽപരരായിട്ടിരിക്കും. बाप-दादा ने सुनाया है कि मन की वृत्ति और अव्यक्त दृष्टि से सर्विस कर सकते हो. ബാപ്ദാദ ഇത് കേൾപ്പിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ ഭാവനയിലൂടെയും അവ്യക്ത ദൃഷ്ടിയിലൂടെയും സേവനം ചെയ്യാൻ കഴിയും. अपनी वृत्ति दृष्टि से सर्विस करने में कोई बंधन नहीं है. തൻ്റെ ഭാവനയിലൂടെയും ദൃഷ്ടിയിലൂടെയും സേവനം ചെയ്യുന്നതിൽ ഒരു ബന്ധനവും ഇല്ല. ജിസ് ബാത്ത് മേ സ്വതന്ത്ര ഹോ വഹ സർവീസ് കർണി ചാഹിയേ. ഏത് കാര്യത്തിനാണോ നിങ്ങൾ സ്വതന്ത്രരായിട്ടുള്ളത്, സ്വാതന്ത്ര്യമുള്ളത്, ആ സേവനത്തിൽ എപ്പോഴും മുഴുകിയിരിക്കണം. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ബ്രാഹ്മണരുടെ കർത്തവ്യമാണ് പഠിക്കുക, പഠിപ്പിക്കുക. എപ്പോഴും ഈ കാര്യത്തിൽ ബിസി ആയിരിക്കുകയാണെങ്കിൽ ബുദ്ധി ഒരിക്കലും മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയില്ല. അപ്പോൾ എത്രമാത്രം നമുക്ക് വൃത്തിയിലേക്ക് ബാബയുടെ ആ ഭാവനയിലേക്ക് നമ്മുടെ അറിവ് കൊണ്ടുവരുന്നുണ്ടോ അത്രയും നമുക്ക് സേവനം വളരെ സഹജവും സരളവുമായി ചെയ്യാം. അത് നമുക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് വൃത്തി ദൃഷ്ടിയിലൂടെയുള്ള സേവനം വളരെ സരളമായി സഹജമായി കുട്ടികൾക്ക് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ ആ സേവനം നിങ്ങൾ നന്നായി തന്നെ ചെയ്യണം. ഓം ശാന്തി.